ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. D4 മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീവിന് വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കൊടികുത്തിമലയിലേക്കുള്ള വഴിയാട്ടത്. എൻ്റെ ഫ്രണ്ടിൽ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയും കാപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും, ചെറിയ സ്നാക്സൊക്കെ കിട്ടും. ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ, പിന്നെ മഴയും. സംഭവം കൊടികുത്തിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും രസമൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നല്ല രസമാട്ടോ അവിടെ കാണാനായിട്ട്. മഴ സീസൺ, തണുപ്പ് സീസണിൽ വേണം ഇവിടെ പോകാനായിട്ട്. നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ടോപ്പിലെത്താൻ കുറച്ച് നടക്കണം നമ്മൾ. അപ്പോൾ വെയിലുണ്ടെങ്കിൽ കുറച്ച് സീനായിരിക്കും. കുറച്ച് നടക്കാൻ എന്ന് പറയുമ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നല്ല വഴിയുണ്ട്, പിന്നെ കുത്തനെയുള്ള നമുക്ക് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് നമുക്ക് മുകളിലെത്തും ചെയ്യാം. ഞങ്ങളിങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് മുകളിലെത്താൻ ചെയ്തേട്ടാ. ഇവിടുത്തെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ഇത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ അവിടെ ഒരു കുറച്ച് പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു വരും. അതെന്തായാലും നല്ലൊരു കാര്യമായി, കാരണം പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇവിടെ വലിച്ചെറിയില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം കരുതുക. കാരണം എന്താ വെച്ചാൽ നല്ലോണം നടക്കാനുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് ടോപ്പിൽ എത്തുമ്പോൾ തന്നെ അവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നു തുടങ്ങിയിട്ടാ. ഇപ്പം മഴയില്ല, നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുക. ഇവിടുത്തെ കൊടികുത്തിമലയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 360 ഡിഗ്രി വ്യൂ ഉള്ള കേരളത്തിലെ ചുരുക്കം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നാട്ടത്. മാത്രമല്ല സമുദ്രനിരപ്പിൽ നിന്ന് 1770 അടി മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1998 ഇവിടെ വാച്ച് ടവർ സ്ഥാപിച്ചെങ്കിലും 2016 ഇത് അതിവിപുലമായ സൗകര്യത്തോട് കൂടിയിട്ടുള്ള കൊടികുത്തിമല എക്കോ ടൂറിസം എന്ന പേരിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല കേട്ടോ, അവിടെ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള. പിന്നെ നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും രണ്ട് സൈഡിനും ഫുള്ള് പച്ചപ്പ്, ചെറിയ രീതിയിൽ മഴയും പൊടിയുണ്ട്. മാത്രമല്ല ചെറിയ കാറ്റുമുണ്ട്, നല്ലൊരു വൈബ്. തണുപ്പുള്ള കാരണം വലിയ കിതപ്പൊന്നും വരുന്നില്ല. പിന്നെ അവിടേക്കും ഇവിടേക്കും നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പും കാണാൻ നല്ല ഭംഗിയുള്ള കാരണം കൊണ്ട് അതങ്ങോട്ട് മറന്നു പോവുക. ഈ ഒരു സ്പോട്ട് നമുക്ക് കാണാനുള്ള കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു ലവ് ചിഹ്നം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാരെ കൂടുതലുള്ള കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല, നമ്മൾ നേരെ മുകളിലേക്ക് വെച്ച് പിടിക്കണം. നമ്മളിപ്പോൾ ഈ കോൺക്രീറ്റ് ഇട്ട വഴി ഉണ്ടല്ലോ, ഇതിൽ കൂടെ തന്നെ പോക്ക് കിട്ടാ. വിഷ്ണു പറഞ്ഞ നേരത്തെ വന്നപ്പോൾ ഈ കോൺക്രീറ്റ് വഴി ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മേളിലേക്ക് കയറി പോക്കാണെന്നൊന്നും പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കേട്ടോ അവിടെ, കാരണം അപ്പുറത്തുനിന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഓളിമ്പകളൊക്കെ കേൾക്കുന്നുണ്ട്. ടീമുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായി തുടങ്ങി. പിന്നെ ഒരു മഴ പെട്ടയ്ക്കുള്ള സകല സാധ്യത ഞാൻ കാണാണ്ട്. പിന്നെ നമ്മുടെ ഒരു മഴക്കോട്ടൊക്കെ ഉള്ള കാരണം വലിയ സീനില്ല. വിഷ്ണുദേ അടുത്ത വഴി കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു വഴി പിടിക്കാട്ടാ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടാട്ടാ. വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയത്. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടാ. ഇപ്പോൾ അതേ ആ സൈഡിൽ കൂടെയുള്ള ഇടുക്ക് വഴി കൂടെ പോകണം കേട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെയാണ്. ഈ പുല്ലിനൊക്കെ നല്ല മണമുണ്ട് കേട്ടോ. എന്തായാലും ഇവനത് മുമ്പ് ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പോക്ക്. ഞാൻ അവനും പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. വല്ല പാമ്പൊക്കെ ഉണ്ടാവോ ഈശ്വരാ, അതൊക്കെ പേടിച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോണത്. ഇവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കണ്ടേ ഞാൻ. ഏകദേശം മുകളിലേക്ക് അക്കടെ എത്താറായെന്ന് തോന്നുന്നുണ്ട്. മുകളിലത്തെ ക്രോസ് റോഡിലേക്ക് നമ്മൾ എത്തിയിട്ടപ്പോൾ. അങ്ങനെ നമ്മൾ മുകളിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് റെസ്റ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ഈ വഴി കൂടെ അങ്ങോട്ട് മുകളിലേക്ക് കയറും. ഇനി ഇതേ കുറേ പാറയുടെ മുകളിൽ കൂടെ കേട്ടാ പോക്ക്. മുമ്പ് ഇതിൽ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പോക്ക്. പിന്നെ ഇടയ്ക്ക് ചില സ്ഥലത്ത് ഇണക്കുരുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവരൊന്ന് ശല്യം ചെയ്യാണ്ട് നേരെ മുകളിലേക്ക്. എൻ്റെ ഇടയിൽ ഞാൻ എത്താറായെന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എത്താറായിട്ടൊന്നുമില്ല, ഇഞ്ഞി നടക്കാണ്ടെന്ന്. എത്ര നടത്തുമ്പോഴും വലിയ കിതപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ തണുപ്പൊക്കെ ഉള്ളൊരു സമയമല്ലേ. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് കോട കിടന്ന് മറിയുന്നുണ്ട് കേട്ടോ. ഒരു സെറ്റ് സ്ഥലം തന്നെ അത്. സൂപ്പർ സ്ഥലം. പിന്നെ നല്ല തണുപ്പുള്ള സമയത്തുണ്ടല്ലോ, ആ സമയത്ത് വേണം അവിടെ വരാനായിട്ട്. ചൂടുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. നമുക്ക് നടക്കാൻ കുറേ ഉണ്ട്. സംഭവം കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും നടന്ന് ഭയങ്കര ക്ഷീണവും. ഞങ്ങളിങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. നല്ല രസം എന്തായാലും. അവൻ നിന്നൂല. ഇവനോടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചേ വഴി തെറ്റിയെന്ന്. ഇപ്പുറത്തെ വഴി കൂടെ പോയ ഒരു വ്യൂ ഉണ്ട് ഇത്ര. നമുക്ക് എന്തായാലും നേരെ മുകളിലേക്ക് നടപ്പന്നെ നടപ്പ്. സംഭവം വലിയ ബോറടിയൊന്നും ഇല്ല കേട്ടാ. നടക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ കാറ്റടിച്ച് ഇങ്ങനെ പുല്ല് കിടന്ന് ഇളകണ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ ഏകദേശം എത്തിയപ്പോഴാട്ടാ വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുടിച്ചിട്ടാണെങ്കിൽ കോട ഇറങ്ങിണ്ട് കേട്ടാ. ഈ സൈഡിലൊക്കെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഊടുവഴിയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ റേഞ്ചൊക്കെ ഉണ്ട് കേട്ടാ ഫോണിന്. ജിയോനൊക്കെ റേഞ്ച് ഉണ്ട്. ചില സ്ഥലത്ത് മാത്രമല്ലോ, ചില സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ആ റൂട്ടിൽ കൂടെ പോകണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വീണ്ടും ആ ഊടുവഴിക്ക് തന്നെ കയറി. ഇതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും മേളിലേക്ക് പെട്ടെന്ന് എത്താം. എങ്ങനെയെങ്കിലും മുകളിലേക്ക് വേഗം എത്തണം എന്നുള്ള മൈൻഡിലാണ് വെച്ച് പിടിക്കണത് തന്നെ. നല്ല അടിപൊളി വെട്ടിക്കെട്ട് കാലാവസ്ഥ, ചെറിയ മഴയും നല്ല കോടയും.
നമ്മൾ റെയിൻ കോട്ടൊക്കെ എടുത്തുള്ള കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് നടക്കല്ല തന്നെ. ഇവിടത്തെ ഇപ്പോഴേക്കും ഇച്ചിരി മഴ ഇങ്ങനെ കൂടി കനത്തുടങ്ങി. പിന്നെ ഈ വഴിക്കൊക്കെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. മേളിൽ കയറുമ്പോൾ ഇവിടെ വെച്ചിട്ടേ വിഷ്ണു വഴിക്ക് വീഴാൻ പോയി. പിന്നെ മുകളിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ടായിരുന്നു കണ്ടിട്ട്, അവരും വഴിക്ക് വീഴാൻ പോയി. അപ്പം മഴ സമയത്ത് അതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടാ. ഇതേ ഈ പറമ്പിലേക്കുള്ള എൻട്രി ഉണ്ട് ഗേറ്റ്, ഇതൊക്കെ പൂട്ടിയിട്ടാ കേട്ടാ. എൻ്റെ അപ്പുറത്തും കുറേ മാവും കുറേ തെങ്ങൊക്കെ ഉണ്ട് കേട്ടാ. മറ്റത്തുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല കോടയുള്ള കാരണം. അതേ നല്ല കാറ്റും. ഓമോ സൂപ്പറായിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് ലാസ്റ്റ് ഇതേ ഇവിടെ എത്താറായിട്ട് കേട്ടാ. ചെറുതായിട്ട് മുകളിലത്തെ വാച്ച് ടവർ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ. നല്ല കോടയുണ്ട് ഈ സ്ഥലത്തേക്ക്, നല്ലോണം കോട ഇറങ്ങിയിട്ടാ. കാരണം ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ നിന്നിട്ട് ആ വാച്ച് ടവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് 1998 ഇവിടെ വാച്ച് ടവർ നിർമ്മിച്ചതെന്ന് പറഞ്ഞ സംഭവം. ദേ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടാ, നമുക്കത് നോക്കി നോക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായിട്ട് കുടി നാട്ടിയതുകൊണ്ടാണ്, ഉയരം കൂടിയ ഭാഗത്ത് കുടി നാട്ടിയതുകൊണ്ടാണ് ഈ ഭാഗത്തെ കൊടികുത്തിമല എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം. ഇവിടത്തെ നല്ല രീതിയിൽ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചവിട്ടുപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളമൊക്കെ ആകുമ്പോൾ നല്ല വഴുക്കലുണ്ട്. ഞാൻ തന്നെ പതുക്കെ പിടിച്ചിട്ടാണ് പോണത്. ഇവിടുത്തെ മുകളിലത്തുള്ള വ്യൂ നമുക്ക് നോക്കി നോക്കട്ടാ. ഇതേ കണ്ട ആ തൂണുമൊക്കെ കണ്ണു കണ്ട എഴുതിയിട്ട് നോക്കട്ടാ. നമ്മുടെ അടുത്ത ആൾക്കാരനെ അതുപോലത്തെ വാക്കുകളൊക്കെ എഴുതിയിട്ടാണ് അവിടെ. നമ്മൾ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അപ്പോൾ വന്ന് ഇതൊക്കെ നശിപ്പിക്കണതാണ് നമ്മുടെ വിനോദം. കണ്ടില്ലേ എന്ത് നല്ല സ്ഥലമാണെന്നറിയും ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല കോടയുണ്ട്. അറ്റത്തുള്ള ഭാഗമൊന്നും കാണാനേ പറ്റണില്ല. നല്ല കാറ്റടിക്കുമ്പോൾ ആ കോട നീങ്ങുമ്പോഴാണ് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റണത് തന്നെ. ഞങ്ങളങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടാ. നല്ല അടിപൊളി കാറ്റ്. ഈ സ്ഥലം നല്ല സ്ഥലമായ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവിൻ്റെയും എൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോ എടുത്തു. നമുക്ക് ഈ കാറ്റുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ നടക്കാൻ തന്നെ പറ്റണില്ല കേട്ടാ. അത്രയ്ക്ക് കാറ്റായിരുന്നു. പിന്നെ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ. കുറേ ടീംസ് വരുന്നുണ്ട് ഇവിടേക്ക്. ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കോട ഇങ്ങനെ പോകുമ്പോഴാണ് അറ്റത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കോടനെങ്കിൽ മാറണില്ല കേട്ടോ. അത്രയ്ക്കധികം കോട വന്നുകൊണ്ടിരിക്കുകയാണ്. കോടയിൽ കുളിച്ച് നിൽക്കാന്ന് പറയില്ലേ, അത്രയ്ക്കധികം കോടയാണ്. നമ്മൾ ഊട്ടി മൈസൂരൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കോട ഉണ്ടല്ലോ, അതിനൊരു കൂടുതൽ കോട കേട്ടോ അവിടെ. ഇതൊന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് കോട മാറണില്ലാന്ന്. ഓമ്മോ ഇതാണ് സ്ഥലം. കോട മാറിപ്പോണ്ട എന്തുട്ടാ വ്യൂ. കോട ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. പക്ഷെ അടിപൊളിയുണ്ട്. നല്ല കാറ്റും. ഈ സ്ഥലത്തേക്ക് വരാത്ത ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യണ്ട കേട്ടാ. വന്ന് കണ്ടോളാം എന്തായാലും. അത്രയ്ക്ക് അടിപൊളി സ്ഥലം അത്. ഫാമിലിയായിട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടാ. കാരണം കുറേ നടക്കാനുണ്ട്. പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത്രയും നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നടന്ന് കാണാനുള്ളതാണ്. നടന്ന് ടോപ്പിലെത്തിയാലാണ് അതിൻ്റെ ആ വ്യൂ, ആ ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ താഴത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്നത് എന്തായാലും മോശമായില്ല. അടിപൊളി സ്ഥലം എന്തായാലും. ഇതേ നമ്മളിതൊക്കെ കണ്ട് സെറ്റായി. ഇതേ താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായി. ഇപ്പോൾ അതേ മഴയൊക്കെ പോയി നല്ല ക്ലൈമറ്റ് ആയിട്ടാണ്. നല്ല ഭംഗിയായി. ഇപ്പോൾ ഇനി ഇവിടേക്ക് എങ്ങനെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയായിട്ടാണ് പോയേ. നമ്മളിത് ഉച്ച കഴിഞ്ഞിട്ടായിട്ട് ഇറങ്ങിയത്. ഇപ്പോഴും ആൾക്കാർ ഇത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മുകളിലേക്ക്. ഗഡിമാൻ കുറേ നാളായിട്ട് പറയുന്നത് കൊടികുത്തി പോലെ പോകുന്നത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.